ഹായ് ഗായ്സ്, ഈ ഓരോ ബിസ്ക്കറ്റ് 2 ഡയറി മിൽക്ക് കൊണ്ട് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? നോക്കാല. ഈ ഓരോ ബിസ്ക്കറ്റ് നമുക്ക് ആദ്യം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് നല്ല പാത്രത്തിലേക്ക് വെട്ടാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ തട്ടി കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിരക്കില്ലാത്തതുകൊണ്ട് കുറച്ച് അധികം ടൈം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതിയേ. നല്ലോണം ലൂസാണ്, നല്ലോണം ടൈറ്റ് ആവേണ്ടുള്ള രീതിയിൽ ഒഴിക്കാട്ടാ. എന്നിട്ട് പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ആയി കൊടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അടി കരിയാണ്ടൊക്കെ ഒരു മൂടിയും കൂടി വെച്ചോട്ടാ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വന്നിട്ട് നോക്കാം. 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് സംഭവം സെറ്റ് ആയിന് കേട്ടാ. ഓവറായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയേ. അതിനെ നേരെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് കെട്ടി കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലിലേക്ക് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഫോർക്കിനെ കൊണ്ട് വെറുതെ ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വാങ്ങിയ ഡയറി മിൽക്കിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതിനൊന്ന് മെൽറ്റാക്കാൻ വെക്കാം. അങ്ങനെ അതും സെറ്റായി. നല്ലോണം ലൂസിലാണ്ട് കുറച്ച് ടൈറ്റിൽ വേണം കേട്ടോ ഇതാക്കാൻ. എന്നിട്ട് നമുക്ക് ഇതാ കേക്കിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സംഭവം സെറ്റായി കേട്ടോ. ഇനി ഇത് കേക്കിൻ്റെ അടിയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഫോർക്കിനെ കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മൊഞ്ച് കൂട്ടാൻ വേണ്ടി കുറച്ച് നട്ട്സ് കയറി കൊടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കാത്തക്കാളുള്ള ശമാനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കി. സംഭവം ഏതായാലും വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിനെ. ഇത് പ്രത്യേകിച്ച് പേരില്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ സുനാമി എന്നങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.